അണ്ണ ഇതങ്ങനെയല്ല, ഞാൻ പറയാൻ വന്നേ. സെബാസ്റ്റ്യൻ ശിവന്റെ കയ്യിൽ പിടിച്ച് അല്പം മാറി നിന്നു. തൻ്റെ ചുറ്റും നടക്കുന്നത് എന്താണെന്ന് പോലും അറിയാൻ സാധിക്കാത്തൊരവസ്ഥയിലായിരുന്നു ലക്ഷ്മി. അപ്പോൾ എൻ്റെ സെബാനെ, നീ എന്ത് അബദ്ധമാണ് ഈ കാണിച്ചത്? പോലീസുകാർ ഇവിടെ എഴുതി വെപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇനി അവൾക്ക് എന്തു പറ്റിയാലും അത് നിന്റെ തലമണ്ടയിലിരിക്കും. എൻ്റെ മോനെ, കൊലപാതക കുറ്റമാണെങ്കിൽ പോലും ഊരി വരാം. ഇത് പെണ്ണ് കേസാണ്, ചെറിയ പരിപാടിയൊന്നുമല്ല. നീ ഇതിൻ്റെ സീരിയസ്നെസ് അറിയാതെയാണോ ഇതിനകത്തോട്ട് പോയി തലയിട്ടത്? നീ ഇത്രയ്ക്ക് പൊട്ടനാണോ? ശിവൻ അവനെ വഴക്കു പറഞ്ഞു. എൻ്റെ മുന്നിൽ വന്ന് കരഞ്ഞൊരു പെങ്കൊച്ചു പറയുമ്പോൾ ഞാൻ എങ്ങനെയാ പറ്റത്തില്ലെന്ന് പറയുന്ന അണ്ണ? എൻ്റെ വീട്ടിൽ രണ്ടുപേരില്ലേ? അതൊക്കെ കാണി ഗതി വരുന്നതെങ്കിൽ എന്തു ചെയ്യും? മാനത്തിന് വേണ്ടി സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു പെണ്ണ്. അവൾ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ ഇട്ടേച്ച് പോകാൻ തോന്നിയില്ല. എനിക്കറിയാം ഇതൊക്കെ ഭയങ്കര പ്രശ്നമാകുമെന്ന്, പ്രത്യേകിച്ച് പോലീസും കേസും ഒക്കെ ആയ സ്ഥിതിക്ക് വന്നതിൻ്റെ ബാക്കി നോക്കാമെന്നേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? സെബാസ്റ്റ്യൻ പറഞ്ഞു. അവളുടെ കാമുകൻ പോലീസ് സ്റ്റേഷനിൽ വന്ന എല്ലാം പറയുമെന്നുള്ളത് ഉറപ്പാണോ? അങ്ങനെയാണെങ്കിൽ നീ രക്ഷപ്പെട്ടു, ശിവൻ പറഞ്ഞു. അതൊന്നും എനിക്കറിയില്ല. അവൻ അവളെ പറ്റിച്ചതാണെന്ന് ആർക്കറിയാം? അതുമാത്രമല്ല, അവനെല്ലാം പറഞ്ഞാൽ തന്നെ പോലീസുകാർ ഇതൊക്കെ വിശ്വസിക്കുമോ? എല്ലാവരും കൂടി നാടകം കളിച്ചെന്ന് പറഞ്ഞ് അതിന് വേറെ പ്രശ്നമാകും, സെബാസ്റ്റ്യൻ പറഞ്ഞു. അവൾ എന്താണെങ്കിലും നിനക്കെതിരായിട്ട് ഒന്നും പറയില്ലെന്ന് ഉറപ്പല്ലേ? ശിവൻ ചോദിച്ചു. ഉറപ്പാ, ആലോചിക്കാതെ സെബാസ്റ്റ്യൻ പറഞ്ഞു. അതോടൊപ്പം അവൻ്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ അവളിൽ ഒരു വിശ്വാസം അവന് വന്നിട്ടുണ്ടായിരുന്നു. എങ്കിൽ പിന്നെ നീ വാ. ശിവൻ അവനെ വിളിച്ചുകൊണ്ട് ലക്ഷ്മിക്ക് അരികിലേക്ക് ചെന്നു. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായമായി നിൽക്കുകയാണ്. അവളുടെ അവസ്ഥ കണ്ടപ്പോൾ സെബാസ്റ്റ്യനും അവളോട് സഹതാപം തോന്നി. എടി കൊച്ചെ, ആ വിവേകിന്റെ നമ്പർ ഒന്ന് പറഞ്ഞ് ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. സെബാസ്റ്റ്യൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്കൊരാശ്വാസം തോന്നി. അവൾ പെട്ടെന്ന് അവൻ്റെ നമ്പർ പറഞ്ഞു. സെബാസ്റ്റ്യൻ ഫോണിൽ നിന്നും അവനെ വിളിച്ചു. ബെല്ലുണ്ടായിരുന്നുവെന്ന് കേട്ടപ്പോൾ തന്നെ ലക്ഷ്മിക്ക് പകുതി ആശ്വാസം തോന്നിയിരുന്നു. ഫോൺ ബെല്ലടിച്ചതും അവൻ ലക്ഷ്മിക്ക് ഫോൺ കൈമാറി. ഹലോ വിവേക്, ഞാനാ ലക്ഷ്മി. മറുപുറത്ത് നിശബ്ദത പടർന്നു. കേൾക്കുന്നുണ്ടോ? അവൾ വീണ്ടും ചോദിച്ചു. പറ. അവൾ കുറച്ചു മാറി നിന്ന് കുറച്ചു മുൻപ് നടന്ന സംഭവങ്ങളെല്ലാം അവനോട് വിശദമായി പറഞ്ഞു. ചില കാര്യങ്ങൾ കരച്ചിലോടെ, ചില കാര്യങ്ങൾ വേദനയോടെ. എന്നാൽ അപ്പുറത്തു നിന്നും മൗനമാണ്. അതവളെ വല്ലാതെ വേദനയിലാഴ്ത്തി. താൻ കുറച്ചു മുൻപ് അനുഭവിച്ച മാനസികാവസ്ഥ എത്രത്തോളം തീവ്രമാണെന്ന് മറ്റാർക്കും അറിയില്ലെങ്കിലും വിവേകിന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ടും തന്നെ ഒന്ന് ആശ്വസിപ്പിക്കുക പോലും അവൻ ചെയ്തില്ലല്ലോ എന്നാണ് അവൾ ചിന്തിച്ചത്. വിവേക്, എന്താണ് ഒന്നും പറയാത്തത്? ഞാനിപ്പോൾ തിരുനെൽവേലിയില്ല, നിന്നോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എനിക്കിവിടേക്ക് വരണമെന്ന്? ഇതിനിടയിൽ ഞാനിപ്പോൾ എങ്ങനെയാണ് അങ്ങോട്ട് വരുന്നത്? നീ ഒരു കാര്യം ചെയ്യും, തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകും. വിവേക് എന്തായി പറയുന്നത്? അച്ഛൻ വിളിച്ചപ്പോൾ ഞാൻ പോകില്ലെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞത് കേട്ടില്ലായിരുന്നോ? അവൾ നിസ്സഹായമായി ശബ്ദം പരമാവധി കുറച്ച് അവനോട് ചോദിച്ചു. പിന്നെ ഞാനിപ്പോൾ ഇവിടുന്ന് എങ്ങനെ പെട്ടെന്ന് വരാനാ? താല്പര്യമില്ലാതെ അവൻ ചോദിച്ചു. എനിക്ക് ഒരു പരിചയമില്ലാത്ത ആളുകൾക്കിടയിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ നിന്നോട് പറഞ്ഞോ വീട്ടിൽ നിന്ന് ഇറക്കിപ്പോരാൻ? നീ തന്നെ കാണിച്ചു വെച്ചതല്ലേ ഇതൊക്കെ. എന്താണെന്ന് വെച്ചാൽ അനുഭവിക്കുക, അല്ലാതെ എന്ത് ചെയ്യാനാ? അവൻ താല്പര്യമില്ലാതെ പറഞ്ഞു. വിവേക്, ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാനിപ്പോൾ എന്താ ചെയ്യാം? ലച്ചു, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്നെ ഇപ്പോൾ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകാനും കല്യാണം കഴിച്ച് കൂടെ ജീവിക്കാനും പറ്റിയ അവസ്ഥയിലൊന്നും അല്ല ഞാൻ. അത് നിനക്ക് നന്നായിട്ട് അറിയാലോ. എനിക്ക് നല്ലൊരു ജോലി ആയിട്ടില്ല, വീട്ടിലാണെങ്കിൽ 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ കൂടെ ഞാനൊരു പെണ്ണിനെ കൂടി വിളിച്ചുകൊണ്ട് വന്നെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അച്ഛനും അമ്മയും വിചാരിക്കുന്നത്? ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിന്നോട് പറഞ്ഞിട്ടും നീ എന്തിനാ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്? എൻ്റെ അവസ്ഥ വിവേകിന് അറിയില്ലേ? അവളുടെ സ്വരം ഇടറി. എന്തവസ്ഥയാണ് നിനക്ക്? നിന്റെ അച്ഛനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ കഴിയില്ലേ? ഞാൻ പറഞ്ഞതാണ് വിവേക്, പക്ഷെ വിശ്വസിക്കുന്നില്ല. അത് എന്തൊരു അച്ഛനാടി? സ്വന്തം മോള് കരഞ്ഞു കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പറ്റത്തില്ലെങ്കിൽ അയാൾ ഒരു തന്തയാണോ? അവന് ദേഷ്യം വന്നു. അതുപോട്ടെ, ഏതോ ഒരുത്തൻ്റെ കൂടെ ജീവിക്കാൻ പോവാണെന്നും പറഞ്ഞ് നീ എന്ത് വിശ്വാസത്തിലാണ് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞത്?
നിനക്ക് പരിചയം പോലും ഇല്ലാത്ത ഒരുത്തൻ്റെ ഒപ്പം ജീവിക്കാൻ പോവാണെന്ന് പറഞ്ഞ് നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? നാളെ ഏതെങ്കിലും ഒരുത്തനെ കണ്ട എന്നെ കളഞ്ഞിട്ട് പോകില്ലെന്ന് എന്തുറപ്പാ? അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. വിവേക്, ദേഷ്യത്തോടെ അവളെ വിളിച്ചു. ഒപ്പം തന്നെ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരും അടർന്നു വീണു. ഒന്നും പറയാതെ അവൾ ഫോൺ കട്ട് ചെയ്തു. അവൻ തിരിച്ചു വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും കുറച്ചു സമയം കഴിഞ്ഞിട്ടും അവൻ തിരിച്ചു വിളിച്ചില്ല. സാബുവും ശിവനും സെബാസ്റ്റ്യനും എന്തൊക്കെയോ സംസാരിക്കുകയാണ്. ജീവിതം ഇപ്പോൾ തനിക്ക് മുൻപിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണെന്ന് ലക്ഷ്മിക്ക് മനസ്സിലായി. ജന്മം നൽകിയ അച്ഛനും ജീവൻ കൊടുത്തു സ്നേഹിച്ച കാമുകനും തന്നെ ഉപേക്ഷിച്ചു കഴിഞ്ഞു. ഇനി ആരിലാണ് താൻ പ്രതീക്ഷ അർപ്പിക്കേണ്ടത്? മണിക്കൂറുകളുടെ മാത്രം പരിചയമുള്ള ഏതോ ഒരുത്തനിലോ? അവൾ ഫോണും കൊണ്ട് സെബാസ്റ്റ്യന്റെ അരികിലേക്ക് വന്നു. അവൻ എന്തു പറഞ്ഞു? സെബാസ്റ്റ്യൻ ഗൗരവത്തോടെ അവളോട് ചോദിച്ചു. അവൾ പെട്ടെന്ന് ശിവനെയും സാബുവിനെയും ഒക്കെ ഒന്ന് നോക്കി. അവൾക്ക് തന്നോട് മാത്രമായി എന്തോ സംസാരിക്കാനുണ്ടെന്ന് തോന്നിയതുകൊണ്ട് അവർക്കരികിൽ നിന്നും സെബാസ്റ്റ്യൻ അവളുമായി അല്പം നീങ്ങി നിന്നു. വിവേക് എന്നോട് ദേഷ്യപ്പെട്ടാ സംസാരിച്ചത്. ഇതൊന്നും ആൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ. ഞാനിപ്പോൾ തന്നെ പോലീസിനോട് എല്ലാ കാര്യങ്ങളും മാറ്റി പറയാം. നിങ്ങൾക്ക് ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാവണ്ട. വിവേക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറഞ്ഞതിനൊപ്പം അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരും താഴെ കുതിർന്നു വീണിരുന്നു. ഇപ്പം എല്ലാം കൂടി ചെന്ന് മാറ്റി പറഞ്ഞാൽ നിനക്ക് കുഴപ്പമൊന്നും വരില്ല. പോലീസുകാർ ആദ്യം പിടിച്ചകത്തിടുന്നത് എന്നെയായിരിക്കും. ദേഷ്യത്തോടെ സെബാസ്റ്റ്യൻ പറഞ്ഞു. ഞാൻ പിന്നെ എന്താ ചെയ്യാം? വിവേക് തിരുനെൽവേലിയിൽ നിൽക്കുകയാണ്. അവൻ്റെ അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യമായിട്ട്. നേരിട്ടൊന്ന് പോയി കണ്ട് സംസാരിക്കാൻ പോലും പറ്റുന്ന സ്ഥലത്തല്ലല്ലോ. ഈ സാഹചര്യത്തിൽ ഞാൻ മറ്റെന്താ ചെയ്യുന്നത്? എന്ത് ചെയ്യുമെന്നറിയാതെ സെബാസ്റ്റ്യൻ തല ചൊറിഞ്ഞു. പെട്ടെന്ന് ഫോൺ ബെല്ല് കേട്ടിരുന്നു. നോക്കിയപ്പോൾ വീട്ടിൽ നിന്നാണ്. അവൻ ഫോൺ എടുത്തില്ല. കുറച്ച് സമയം കഴിഞ്ഞ് തന്നെ അത് കട്ടായപ്പോഴാണ് അവൻ മിസ്ഡ് കോളിൻ്റെ എണ്ണം കാണുന്നത്. 37 മിസ്ഡ് കോളാണ്. ഫോൺ സൈലൻ്റ് ആക്കി വെച്ചിരിക്കുകയായിരുന്നു. മുഴുവൻ വീട്ടിൽ നിന്നാണ്. എന്തെങ്കിലും ആപത്തുണ്ടായോ എന്ന് ഭയന്ന് അവൻ പെട്ടെന്ന് തിരിച്ചു വിളിച്ചു. എടാ കാലമാടാ, ഞാൻ എന്താടാ ഈ കേൾക്കുന്നത്? ആദ്യം തന്നെ കേട്ടത് അമ്മച്ചിയുടെ ദേഷ്യത്തോടെയുള്ള സ്വരമാണ്. കാര്യം മനസ്സിലാവാതെ അവൻ ആദ്യം ഒന്ന് ഞെട്ടി നിന്നെങ്കിലും പിന്നീടാണ് ശോഭന ചേച്ചി ആശുപത്രിയിൽ വെച്ച് കണ്ട കാര്യം ഓർമ്മിച്ചത്. വള്ളി പുള്ളി വിതടാതെ അമ്മച്ചി എല്ലാ കാര്യങ്ങളും അവർ അറിയിച്ചിട്ടുണ്ടാകും. അതാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. എന്നതാ അമ്മച്ചി? ഫോൺ എടുത്ത ഉടനെ നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ ചോദിക്കുന്നത്? നീ ഏതോ ഒരുത്തിയെ കൊണ്ട് പോലീസ് സ്റ്റേഷനിലാണെന്ന് ഞാൻ അറിഞ്ഞു. നീ എന്തുവാണ് ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഒരുത്തിയെ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റത്തില്ല. ആ മോഹൻ നീ മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് വാങ്ങി വെച്ചേക്ക് സെബാനെ. എൻ്റെ പൊന്നു തള്ളേ, ഒന്ന് കുറച്ച് സ്വസ്ഥത. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ച് പറയാം എന്താ കാര്യമെന്ന്. അവന് ദേഷ്യം വന്നു പോയിരുന്നു. നീ ഇങ്ങോട്ട് വിളിച്ച് ഒന്നും പണയാൻ നിൽക്കണ്ട. നീ അവളെ കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ പിന്നെ എൻ്റെ ശവമായിരിക്കും കാണുന്നത്. കെട്ടിത്തൂക്കി ചാകും ഞാൻ. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ നടക്കട്ടെ. ഞാൻ വരുന്ന വഴിക്ക് കയറും കൂടി വാങ്ങിച്ചുകൊണ്ട് വരാം. അത്രയും പറഞ്ഞവൻ ഫോൺ കട്ട് ചെയ്തു. അവൻ്റെ മുഖത്തെ ദേഷ്യം കണ്ടപ്പോൾ തന്നെ വീട്ടിലൊക്കെ അറിഞ്ഞു എന്ന് ലക്ഷ്മിക്ക് മനസ്സിലായി. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീണു. നീ എന്തിനാ കണ്ണീർ സീരിയലിലെ നായികയെ പോലെ ഇങ്ങനെ മിനിറ്റിന് മിനിറ്റിന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിന്റെ ആരേലും ചത്തോ? അവളുടെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തോടെ അവൻ ചോദിച്ചു. ഞാൻ കാരണം നിങ്ങൾക്ക് കൂടി പ്രശ്നമായില്ലേ? പതിഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞു. നീ കാരണമൊന്നുമല്ല, ഇതെൻ്റെ സ്ഥിര സ്വഭാവമാണ്. എന്തെങ്കിലും പ്രശ്നത്തിൽ പോയിട്ട് തലയിട്ട് പണി മേടിച്ചില്ലെങ്കിൽ എനിക്ക് സ്വസ്ഥത ഉണ്ടാവില്ല. മനസാക്ഷി ഒരല്പം കൂടിപ്പോയി. അതിൻ്റെ പ്രശ്നമാണ്. പലതവണ അതിന് പണി കിട്ടിയിട്ടുണ്ട്. എങ്കിലും പഠിക്കില്ല. എന്താ ചെയ്യുന്നത്? നമുക്കെല്ലാം പോലീസുകാരോട് തുറന്നു പറഞ്ഞാലോ? അതൊന്നും ശരിയാവില്ല. അവരെല്ലാം നിന്നെ കെട്ടാൻ പോകുന്നവൻ്റെ ആൾക്കാരാണ്. അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ എനിക്കത് മനസ്സിലായി. അപ്പം തന്നെ നമ്മളെ വാച്ച് ചെയ്യാൻ എത്ര പേര് കാണുമെന്നറിയോ? എല്ലാം തുറന്നു പറഞ്ഞാൽ നീ ചിലപ്പോൾ സുരക്ഷിതമായിട്ട് നിൻ്റെ അച്ഛൻ്റെ അടുത്ത് പോലും ആയിരിക്കില്ല എത്തുന്നത്. അയാൾ വേറെ എവിടെയെങ്കിലും നിന്നെ കൊണ്ടുപോയാലോ? സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞപ്പോൾ അവളൊന്ന് ഭയന്നു. എൻ്റെ ഏതെങ്കിലും അനാഥാലയത്തിലോ മറ്റോ കൊണ്ടുവിടാൻ പറ്റുമോ? നിസ്സഹായമായി അവൾ ചോദിച്ചു. എൻ്റെ കൊച്ചെ, നമ്മളെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് നിനക്കറിയോ? നീ പൂർണ്ണ മനസ്സോടെ എൻ്റെ കൂടെ ജീവിക്കാൻ വന്നതാണെന്ന്. നിന്നെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാമെന്ന്. ഇനി നിനക്ക് എന്തു പറ്റിയാലും അതിൻ്റെ ഉത്തരവാദി ഞാൻ കൂടാണ്. അതുകൊണ്ട് തൽക്കാലം വേറെങ്ങും പോകുന്നതിനെ പറ്റി നീ ആലോചിക്കേണ്ട. എൻ്റെ കൂടെ വാ. നിന്റെ കാമുകൻ നാട്ടിൽ വരട്ടെ. അവനെ നേരിട്ട് നമുക്ക് ചെന്ന് കാണാം. സെബാസ്റ്റ്യൻ പറഞ്ഞു. എവിടെ വരാൻ? അവൾ പേടിയോട് ചോദിച്ചു. എൻ്റെ വീട്ടിലേക്ക്. അല്ലാതെ എങ്ങോട്ട്? വീട്ടിൽ കുറച്ച് പ്രശ്നം കാണും. എന്തു വന്നാലും ഇനി വരുന്നതിൻ്റെ ബാക്കി. അല്ലാതെ എന്തു ചെയ്യാൻ പറ്റും?
ഈ പോലീസ് സ്റ്റേഷൻ്റെ നടയിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ? നീ പേടിക്കണ്ട, എൻ്റെ വീട്ടിൽ കുറച്ച് പൊട്ടലും ചീറ്റലും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. പക്ഷെ നിന്റെ മാനത്തിന് വില പറയാൻ അവിടെ ആരും വരില്ല. അവൻ പറഞ്ഞപ്പോൾ അവൾ അവനെ ഒന്ന് നോക്കി. ശേഷം നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു, സോറി. എന്തിന്? അവൻ അവളോട് ചോദിച്ചു. പണ്ട് മുത്തശ്ശി പറഞ്ഞു തന്നിട്ടുണ്ട്, ആരുമില്ലാത്ത ആൾക്കാർക്ക് മുൻപിൽ ആരെങ്കിലുമായിട്ട് ദൈവം അവതരിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടെന്ന്. അങ്ങനെ ഒരു നിമിഷത്തിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത്. എൻ്റെ മുൻപിൽ ഈശ്വരന്മാർക്ക് മുകളിലാണ് നിങ്ങളുടെ സ്ഥാനം. തൊഴുകൈയോടെ അവൾ പറഞ്ഞപ്പോൾ അവന് നേരെ തൊഴുതു പിടിച്ച കൈകൾ അവൻ തന്നെ താഴ്ത്തി. ആ നിമിഷം അവളോട് പാവം തോന്നിയവന്. വിഷമിക്കാതിരിക്കെ, വാ. അവൻ വിളിച്ചപ്പോൾ അവനെ അനുഗമിച്ചുകൊണ്ട് അവൾ പിന്നാലെ നടന്നു. സാബുവിന് കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും ശിവൻ ഇരുവരെയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ നിന്നാൽ എങ്ങനെ? പോണ്ടേ? സാബു ചോദിച്ചു. പോണം, സെബാസ്റ്റ്യൻ പറഞ്ഞു. എടാ, വീട്ടിലേക്ക് പോയാൽ എല്ലാവരും അറിയില്ലേ? ശിവൻ ചോദിച്ചു. അല്ലാതെ ഈ രാത്രിയിൽ എവിടെ പോകാനാണ്? മാത്രമല്ല വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞെണ്ണ, സെബാസ്റ്റ്യൻ പറഞ്ഞു. എങ്ങനെ? ശിവൻ മനസ്സിലാവാതെ ചോദിച്ചു. ആശുപത്രിയിൽ വെച്ച് നമ്മുടെ ശോഭന ചേച്ചിയെ കണ്ടിരുന്നു. അവരെല്ലാ കാര്യവും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അമ്മച്ചിയാണ് കുറച്ചു മുന്നേ വിളിച്ചത്. തൽക്കാലം നീ വീട്ടിലേക്ക് പോകണ്ട, ബാക്കിയുള്ളവരെയും കൂടി അറിയിക്കാൻ നിൽക്കണ്ട, ശിവൻ പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യാനാ? എൻ്റെ വീട്ടിലേക്ക് പോവാം. അവിടെ സന്ധ്യയും പിള്ളേരും മാത്രമല്ലേ ഉള്ളൂ. അത് നല്ലതാണ്, അങ്ങനെ ചെയ്യണം. അപ്പോഴത്തേക്കും ചേട്ടത്തി ഒന്ന് തണുക്കട്ടെ. ഞാനും കൂടി നാളെ ചെന്ന് ചേട്ടത്തിയെ കണ്ട് ഒന്ന് സംസാരിക്കാം, സാബു പറഞ്ഞു. സാബു ചായ, ഞാൻ ചെന്നില്ലെങ്കിൽ ചാച്ചനും അമ്മച്ചി എന്നാ കരുതും? സെബാസ്റ്റ്യൻ മടിച്ചു. എടാ, നാട്ടിലെല്ലാവരും അറിയും, അറിയാത്തവരെ കൂടി അറിയിക്കണം, ശിവൻ ചോദിച്ചു. അറിയുന്നത് വിട്, എന്താണെങ്കിലും അറിയേണ്ടതല്ലേ. ഇപ്പോഴേ അറിഞ്ഞാൽ അത്ര വലിയ ബുദ്ധിമുട്ടില്ല, സാബു പറഞ്ഞു. അതേണ്ട, ഞാൻ വീട്ടിലേക്ക് തന്നെ പോവാം. വരുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ബാക്കി നോക്കാം. എങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യാം, സാബു പറഞ്ഞു. അങ്ങനെ സാബുവിൻ്റെ കാറിൽ സെബാസ്റ്റ്യൻ്റെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. സെബാസ്റ്റ്യനും ലക്ഷ്മിയും പിന്നിലാണ് ഇരുന്നത്. കാറിൽ കയറി സെബാസ്റ്റ്യൻ്റെ അരികിൽ ഇരിക്കുമ്പോൾ അവളുടെ ഹൃദയം വല്ലാതെ ഇടിക്കുന്നുണ്ടായിരുന്നു. തുടരും. കഥ ഇഷ്ടപ്പെടുന്നുണ്ടോ? കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.